എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 അത്തം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത്തം നക്ഷത്രക്കാർക്ക് 2025 ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ തന്നെ ആയിരിക്കും. 2025 ജനുവരിയിൽ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നീങ്ങേണ്ട അവസ്ഥ ഉണ്ടാകും. അതായത് അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ ശത്രുക്കളുടെ സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അതൊക്കെ ജനുവരി മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ ജോലി സംബന്ധമായി അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ നിയമനത്തിനുള്ള സാധ്യതയുണ്ട് ജനുവരി മാസത്തിൽ. അതുപോലെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ധനസഹായമൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്തൊക്കെ ഉന്മേഷം വർധനവൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നേട്ടമുണ്ട്. നാൽക്കാലികളെ സംബന്ധിച്ച് ഉള്ള വരുമാനങ്ങളൊക്കെ ലഭിക്കാം. സാമ്പത്തിക നേട്ടവും കൈവരുന്നതാണ്. എന്നാലും തൊഴിൽ സ്ഥലത്തും സമൂഹത്തിലുമൊക്കെ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ശത്രുക്കളുടെ ഒരു വരവ് പ്രതീക്ഷിച്ചിരിക്കണം. ഫെബ്രുവരി മാസത്തിൽ ആദ്യ ഭാഗത്തൊക്കെ അല്പം മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. കാര്യപരാജയവും ഒക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഫെബ്രുവരിയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ ഭേദപ്പെട്ട് വരുന്നതാണ്. അനുകൂലമായിട്ട് തന്നെ അവസ്ഥകൾ എത്തിച്ചേരുന്നതാണ്. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബത്തെ ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാകുന്നതാണ്. പ്രവർത്തിക്കുന്ന ഏത് രംഗത്താണെങ്കിലും എല്ലാ രംഗങ്ങളിലും ഒരു ഉണർവ് ഒക്കെ അനുഭവപ്പെടുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ. അതുപോലെ ചില സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ ആ ലോൺ സംബന്ധിച്ച എന്തെങ്കിലും അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. മാർച്ച് മാസം മെച്ചപ്പെട്ട മാസം തന്നെയാണ്. വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിൽ സ്ഥലത്തും വളരെ ഗുണാനുഭവങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക നിലയും അല്പം മെച്ചപ്പെടുന്നതാണ് മാർച്ച് മാസത്തിൽ. അതുപോലെ താൽക്കാലികമായിട്ടൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഒരു സ്ഥിര നിയമനത്തിനുള്ള സാധ്യതകളൊക്കെ മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ വീട്ടിൽ എന്തെങ്കിലും ദമ്പതികൾ തമ്മിലോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തമ്മിലോ ഒക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതിനാൽ സംസാരത്തിലും ശ്രദ്ധിക്കണം. അതുപോലെ ദേഷ്യമൊക്കെ അല്പം കുറയ്ക്കേണ്ടതാണ്. വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ശ്രമിച്ചാൽ വിദേശയാത്രയൊക്കെ നടക്കുന്നതാണ്. പുതിയ ജോലികൾക്കൊക്കെ അപേക്ഷ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ആ ജോലികൾക്കൊക്കെയുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ ദമ്പതികൾ തമ്മിലും കുടുംബാംഗങ്ങൾ തമ്മിലും ഒക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറനീക്കിയൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പിതാവിനോ അല്ലെങ്കിൽ പിതൃതുല്യരായവർക്കോ ഒക്കെ എന്തെങ്കിലും ആപത്തുകളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ അതൊക്കെ അല്പം ശ്രദ്ധിക്കണം. ഏപ്രിൽ മാസം പൊതുവേ അത്ര ഗുണകരമായിരിക്കില്ല. അതുപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കണം. വൈദ്യുതി ആയുധങ്ങൾ ഒക്കെ കൊണ്ട് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ സ്ഥലത്ത് കശപിശകളൊക്കെ ഉണ്ടാകാതെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ അനുകൂലമല്ലാത്ത സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റത്തിനും ഒക്കെ സാധ്യതയുള്ളതിനാൽ എല്ലാം ഏപ്രിൽ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ എന്തെങ്കിലും സ്വത്ത് തർക്കം ഒക്കെ ഉള്ളവരാണെങ്കിൽ ഏപ്രിൽ മാസം അതിൻ്റെ പുറകെ പോകാതെ അല്പം അടങ്ങിയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഏപ്രിൽ മാസത്തിൽ ദൈവാധീനമൊക്കെ അല്പം വർദ്ധിപ്പിക്കേണ്ടതാണ്. മെയ് മാസത്തിൽ ആരംഭ സമയം അല്പം മോശമായിരിക്കും. എന്നാൽ മെയ് മാസം കഴിഞ്ഞതിന് ശേഷം ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വിവാഹാലോചനകളൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ വിവാഹത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കച്ചവടാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അതുപോലെ കർഷകർക്ക് കൃഷിയിൽ നിന്ന് ലാഭം, കൃഷി ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അവർക്ക് പരീക്ഷകളിലൊക്കെ മികച്ച വിജയവും ഉണ്ടാകുന്നതാണ്. നാൽക്കാലി വളർത്തുന്നവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ്. പൊതുവെ സാമ്പത്തിക നിലയും
മെയ് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം മെച്ചപ്പെട്ട് കാണുന്നതാണ്. ജൂൺ മാസത്തിൽ ഈ കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണകരമായ സമയമാണ് ജൂൺ മാസം. അതുപോലെ നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ്. ഈ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് മികച്ച ഉൽപ്പാദനമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ വിവിധതരം കാർഷിക വിളകളൊക്കെ കൃഷി ചെയ്യുന്നവർക്കും അവരുടെ കൃഷിയിൽ നിന്നും നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഗുണകരമായ അവസ്ഥയാണ്. അവർക്ക് വേതന വർധനവ് അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള വേതന കുടിശ്ശികയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ്. എന്തെങ്കിലും വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരാണെങ്കിൽ ഈ വ്യവഹാരത്തിൽ നിന്ന് വിജയമുണ്ടാകുന്നതാണ്. അതുപോലെ നിലവിൽ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാതെയൊക്കെ കിടക്കുന്ന പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് രമ്യമായുള്ള ഒരു പരിഹാര മാർഗങ്ങളുമൊക്കെ ജൂൺ മാസത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. ജൂലൈ മാസം വിദ്യാർത്ഥികളെ അതുപോലെ എന്തെങ്കിലും ടെസ്റ്റുകളെ പരീക്ഷകളെയൊക്കെ അഭിമുഖീകരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉന്നത വിജയം തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവരെ അവർക്കും ഗുണകരമാണ്. സാഹിത്യരംഗത്ത് സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ അതുപോലെ പൊതുപ്രവർത്തകരെ വക്കീലന്മാരെ ഇവർക്കെല്ലാം വളരെ അനുകൂലമായ അവസരങ്ങൾ തന്നെയാണ് ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്നത്. പല വിധത്തിലുള്ള ഉയർച്ചകളും സ്ഥാനമാന ലബ്ധിയും ഒക്കെ ലഭിക്കുന്നതാണ്. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ജൂലൈ മാസത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസം കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിൽ നിന്ന് ആദായ വർധനവൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാലും മനസ്സിലല്പം സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടാൻ ഇടയുണ്ട്. അതുപോലെ ഈ ജലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ അല്പം ശ്രദ്ധിക്കണം. ജലത്തിൽ നിന്നും എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. അതുപോലെ ദീർഘദൂര യാത്രകളൊക്കെ ധാരാളം ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്നതാണ്. ഇനി വിദേശത്ത് ഒക്കെ പോകാനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഓഗസ്റ്റ് മാസത്തിൽ മാറിക്കിട്ടുന്നതാണ്. സെപ്റ്റംബർ മാസം അത്ര ഒരു ഗുണകരമായിരിക്കില്ല. പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ക്ലേശാനുഭവങ്ങളും തൊഴിൽ തടസ്സങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ ആരോഗ്യത്തിലും അല്പം കുറവ് അനുഭവപ്പെടുന്നതാണ്. സർക്കാർ തലത്തിൽ നിന്നും എന്തെങ്കിലും നിയമസംബന്ധമായ രേഖകളൊക്കെ മിസ്സായിട്ടുള്ളവരാണെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഭീഷണികളൊക്കെ വരാവുന്നതാണ്. അതുപോലെ കേസൊക്കെ നടക്കുന്നവരാണെങ്കിൽ കേസൊക്കെ സെപ്റ്റംബർ മാസം മാറ്റി വെക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ കേസുകളിൽ എന്തെങ്കിലും പരാജയമോ ഒക്കെ ഉണ്ടാകുന്നതാണ്. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും പതനം സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം അലട്ടുന്നതാണ്. അതുപോലെ സാമ്പത്തിക കാര്യത്തിലും അല്പം ഞെരുക്കം അനുഭവപ്പെടാം. അതുകൊണ്ട് ചിലവിൻ്റെ കാര്യത്തിലൊക്കെ ഈ സെപ്റ്റംബർ മാസം അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഒക്ടോബർ മാസവും അത്ര ഗുണകരമല്ല. വന്നു ചേരേണ്ട ധനമാർഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ കാലതാമസമോ ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ കുടുംബത്തെ പിതാവിനോ അല്ലെങ്കിൽ പിതൃതുല്യരായവർക്കോ ഒക്കെ എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ തനിക്കോ തൻ്റെ പങ്കാളിക്കും എന്തെങ്കിലും തരത്തിലുള്ള ദുരിതാനുഭവങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് ഒരു പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല ഒക്ടോബർ മാസം. അതുപോലെ പണയ വസ്തു സംബന്ധിച്ച് എന്തെങ്കിലും കുടിശ്ശികയൊക്കെ ഉണ്ടെങ്കിൽ ആ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളൊക്കെ ഉണ്ടായേക്കാം. നവംബർ മാസം ഈ കഴിഞ്ഞ 2 മാസം ഉണ്ടായിരുന്ന പ്രതിസന്ധിക്കും ക്ലേശങ്ങൾക്കും ഒക്കെ അല്പം അറുതി വരുന്നതാണ്. ക്രമേണ ഉയർച്ചയും അതുപോലെ ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയുന്നതുമാണ്. അതുപോലെ ദീർഘനാളായി ആഗ്രഹിച്ച് ഏതെങ്കിലും വസ്തുവൊക്കെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ വസ്തു വാങ്ങുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അതുപോലെ പിതാവിൻ്റെ സ്വത്തുക്കളൊക്കെ വന്നു ചേരുന്നതാണ്. ഈ മാസത്തിൻ്റെ മധ്യഭാഗം കഴിഞ്ഞാൽ നവംബർ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കഴിഞ്ഞാൽ കൂടുതൽ ഗുണകരമാകുന്നതാണ്. ഡിസംബർ മാസം സ്ഥിരമായ ജോലിയിലൂടെ വേണ്ടത്ര സാമ്പത്തികമൊക്കെ ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പുതിയ വീട് ഒക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗൃഹനിർമ്മാണം ഒക്കെ നടത്താൻ സാധിക്കുന്നതാണ്. എല്ലാ അവസ്ഥകളും ഗുണപ്രദമായിരിക്കും. എങ്കിലും ദേഷ്യം വർദ്ധിക്കും. ഈ ദേഷ്യം വർദ്ധിക്കുന്നത് മൂലം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഡിസംബർ മാസത്തിൽ ദേഷ്യം അല്പം നിയന്ത്രിക്കേണ്ടതാണ്. ഇതാണ് നിങ്ങളുടെ 2025 ഗുണദോഷ ഫലങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.